KPCC യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹിഷ്കരിച്ചു. DCC അധ്യക്ഷന്മാരുടെയും KPCC ഭാരവാഹികളുടെയും യോഗത്തിൽ പങ്കെടുക്കാതെ വി ഡി സതീശൻ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നിർബൻ, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ KPCC അധ്യക്ഷൻ വിളിച്ച യോഗമായിരുന്നു. അതാണോ പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ ആലോചിക്കുക, DCCയിലെ വിവിധ സമരപരിപാടികൾ പ്ലാൻ ചെയ്യുക. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ. അത് ബൂത്ത് അടിസ്ഥാനത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുന്ന വി ഡി സതീശൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ, UDFനെ തിരിച്ചു കൊണ്ടുവരാൻ പ്ലാൻ ചെയ്ത മിഷൻ 25 നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു KPCCയുടെ യോഗം. സാധാരണ KPCC യോഗത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് DCC അധ്യക്ഷന്മാരെ കൂടി വിളിച്ച യോഗമാണ് ഇന്നലെ 2 മണിക്ക് KPCC ആസ്ഥാനത്ത് ചേരാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് 2 മണി കഴിഞ്ഞ ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് KPCC ആസ്ഥാനത്തെത്തി. രാവിലെ മറ്റൊരു വലിയ പരിപാടി KPCC ആസ്ഥാനത്തുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത ശേഷം KPCC അധ്യക്ഷൻ K സുധാകരൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്താണ് വി ഡി സതീശൻ യോഗ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും KPCC അധ്യക്ഷനില്ല, മറ്റ് നേതാക്കളൊക്കെ ഉണ്ട്. യോഗം അപ്പോൾ ചേരാനുള്ള സാധ്യതയില്ല. സമയം ഇനി KPCC അധ്യക്ഷൻ ഭക്ഷണം കഴിച്ച് മടങ്ങിയെത്തിയ ശേഷമേ യോഗം ചേരൂ എന്ന കാര്യം വി ഡി സതീശൻ മനസ്സിലായി. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം നേതാക്കളോട് ഒരു തരത്തിലും ആശയവിനിമയം നടത്താതെ യോഗം ബഹിഷ്കരിച്ച് യോഗ സ്ഥലത്ത് നിന്ന് പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയി. KPCC ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹം നേരെ പോയത് നിയമസഭയിൽ നടത്തിയ G കാർത്തികേയന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് പ്രകാശനം ചെയ്യാനാണ്. അത് 3:30 ആരംഭിച്ച് 4 മണിക്ക് മുമ്പ് അത് അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം യോഗത്തിലേക്ക് അദ്ദേഹത്തിന് മടങ്ങി വരാൻ കഴിയുമായിരുന്നു. യോഗം 7:30 വരെ തുടർന്നിരുന്നു. അദ്ദേഹം തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ KPCC ആസ്ഥാനത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. മാത്രമല്ല, KPCC ആസ്ഥാനത്ത് നിന്ന് പല നേതാക്കളും വി ഡി സതീശനെ ബന്ധപ്പെടുകയും ചെയ്തു. സാധാരണ പ്രതിപക്ഷ നേതാവിനെ പോലെ പദവി വഹിക്കുന്നയാൾ യോഗങ്ങളിൽ KPCC യോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ യോഗത്തിന്റെ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പങ്കെടുക്കേണ്ട പൊതുപരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയി വീണ്ടും അവിടെ നിന്ന് വേഗം തിരിച്ചെത്തി KPCC യോഗത്തിൽ പങ്കെടുക്കുന്ന രീതിയാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് മുൻ പ്രതിപക്ഷ നേതാക്കളെല്ലാം യോഗങ്ങളിൽ പങ്കെടുക്കുക. അങ്ങനെയായിരിക്കും വി ഡി സതീശൻ ഇന്നലത്തെ യോഗത്തിൽ മടങ്ങിയെത്തുന്ന പ്രതീക്ഷ KPCC അധ്യക്ഷനും നേതാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ യോഗ സ്ഥലത്ത് താൻ എത്തിയപ്പോൾ KPCC അധ്യക്ഷനില്ല. ആ സമയത്ത് യോഗം തുടങ്ങാൻ താമസിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞ് ശുഭിതനായി അദ്ദേഹം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇന്നലത്തെ യോഗവും സൂചിപ്പിച്ചതുപോലെ നിർണായകമായ യോഗമാണ്. KPCC ആസ്ഥാനമായി പൂർണ്ണമായി സഹകരിക്കാതെ മാറി നിൽക്കുന്ന സമീപനമാണ് വി ഡി സതീശൻ സ്വീകരിക്കുന്നത്. രാവിലെ കോൺഗ്രസ് അധ്യക്ഷ പദവി ഗാന്ധി ഏറ്റെടുത്തതിന്റെ 100ാം വാർഷികമായിരുന്നു. അതിൽ AK ആന്റണി മാത്രമല്ല, മുതിർന്ന മുൻ KPCC അധ്യക്ഷൻ അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. തെന്നല ബാലകൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. ദേശീയ നേതാക്കൾ പങ്കെടുത്തിരുന്നു. ആ യോഗം നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഡിബേറ്റ് പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ഡിബേറ്റ് കഴിഞ്ഞിട്ടും ആ യോഗത്തിലേക്ക് വി ഡി സതീശൻ എത്തിയിരുന്നില്ല. അപ്പോൾ തന്നെ ഈ അകൽച്ച വ്യക്തമാണ്. പക്ഷേ 2 വിഭാഗങ്ങളായി കേരളത്തിലെ KPCC മാറുന്നു. ഒരു കണക്കിനും KPCC അധ്യക്ഷനുമായി സഹകരിക്കാനോ മുതിർന്ന നേതാക്കളുമായി സഹകരിക്കാനോ അങ്ങനെ മുന്നോട്ട് പോകാനോ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇന്നലെ സംഭവിച്ചത്. മനു. ശരി, നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.